നമസ്കാരം. പെൻറ്റൗസിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലാബിൻ്റെ ബാറ് ഡിസൈനിങ് എലമെൻറ്റിന് മാറ്റം വരാത്ത രീതിയിൽ നമുക്കെങ്ങനെ ചേഞ്ച് ചെയ്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു സൈസിലേക്ക് മാറാം എന്നതിനെ കുറിച്ചാണ്. സ്ലാബിൻ്റെ ബാർ ചേഞ്ചിങ് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഡിസൈനിൽ തന്നിട്ടുള്ളത് 8 mm ബാറുകൾ സെൻറ്റർ ടു സെൻറ്റർ 150 mm ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഏരിയയിലുള്ള സ്ലാബാണെങ്കിലും ഇതിൻ്റെ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് 1 മീറ്റർ നീളത്തിലുള്ള ഒരു സ്ലാബിൻ്റെ പീസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള 8 mm ബാറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് π/4 × d² അല്ലെങ്കിൽ πr². പൈൻ്റെ വാല്യൂ 3.14. അപ്പോൾ ഏരിയ ഓഫ് 8 mm ബാർ π/4 × 8 × 8 ആൻസർ 50.24. ഇനി എനിക്ക് ഇതിനെ ചേഞ്ച് ചെയ്യേണ്ടത് 10 mm. അപ്പോൾ 10 mm ഏരിയയും നമുക്ക് കണ്ടുവെക്കാം. ഏരിയ ഓഫ് 10 mm ബാർ π/4 × 10 × 10 ആൻസർ 78.5 mm². ഇനി നമ്മൾ എടുക്കുന്നത് 1 മീറ്റർ നീളത്തിലുള്ള സ്ലാബാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്പേസിങ് 150 mm ആണ്. അപ്പോൾ 1 മീറ്ററിൽ എത്ര 8 mm ബാറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ആദ്യം കാണേണ്ടത്. അതിന് 1 മീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റിയാൽ 1000 / 150 ചെയ്തെന്നുണ്ടാൽ എത്ര ബാറുകളാണ് ഈ ഒരു 1 മീറ്ററിൽ വരുന്നത് എന്ന് കിട്ടും. 6.66 നമ്പർ ഓഫ് ബാർസ് ആണ് 8 mmൻ്റേത്. 150 mm നമ്മൾ പ്ലേസ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും 6.66 ബാറുകളാണ്. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് 8 mm ബാർ കാണണം. എന്ന് വെച്ചാൽ ഈ ഒരു മീറ്ററിൽ നമ്മൾ എത്ര സ്റ്റീൽ ബാറിൻ്റെ ഏരിയ ആണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ ഏരിയ ഓഫ് 8 mm ബാർ ഈസ് ഈക്വൽ ടു 8 mmൻ്റെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് 50.24 ഇൻറ്റു നമുക്ക് മൊത്തം ഉപയോഗിക്കുന്നത് 6.66 ബാറുകളാണ്. അപ്പം നമുക്ക് ടോട്ടൽ 8 mm ബാറിൻ്റെ ഏരിയ വരുന്നത് 334.6 mm² ആണ്. ഇനി നമുക്ക് കാണേണ്ടത്, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് 10 mmലേക്കാണ്. എത്ര 10 mm ബാറുകൾ ഈ 8 mmന് പകരം ഉപയോഗിക്കണം എന്നാണ്. അതിന് വേണ്ട ഇക്വേഷൻ നമ്പർ ഓഫ് 10 mm ബാർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് 8 mm. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 8 mmൻ്റെ ബാർ ആയതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് 8 mm ബാർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 10 mm ബാർ. നമുക്ക് തന്നിരിക്കുന്ന ഡിസൈനിൽ ഏത് സൈസിലുള്ള ബാറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഏരിയ ടോട്ടൽ കണ്ടിട്ട് അതിനെ നമുക്ക് ഏത് ബാറിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഏത് സൈസിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ 8 mmൻ്റെ ഏരിയ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടിയിട്ടുള്ളത് 334.6 ഡിവൈഡഡ് ബൈ 10 mmൻ്റെ ഏരിയ നമ്മൾ മുൻകൂട്ടി കണ്ടുവച്ചത് 78.5. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ 8 mm ബാറിന് പകരം 10 mm ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 4.26 ബാറാണ് ഈ ഒരു 1 മീറ്ററിൽ ഉപയോഗിക്കേണ്ടി വരിക. ഇനി ഇതിൻ്റെ സ്പേസിങ് കാണണം. എത്ര സ്പേസ് വിട്ടിട്ടാണ് നമുക്ക് ഈ 10 mm ബാർ പ്ലേസ് ചെയ്യേണ്ടത് എന്ന് കാണണം. അതിന് സ്പേസിങ് ഓഫ് 10 mm കാണാൻ നമ്മളുടെ ഈ ലെങ്ത്തിന് 1 മീറ്റർ ലെങ്ത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 മീറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർ 10 mm ബാർ എത്രണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തെന്നുണ്ടാൽ സ്പേസിങ് കിട്ടും. 1000നെ 4.26 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 234.7 mm ആണ് നമുക്ക് സ്പേസിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് റൗണ്ട് ഓഫ് ഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ താഴത്തെ സംഖ്യയിലേക്ക് മാറ്റേണ്ടത് 230 ആക്കുക. ഇനി
ഒരു കറക്റ്റൊരു സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ 200ലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സ്ലാബിൻ്റെ ബാർ ചേഞ്ചിങ് കാൽക്കുലേഷൻ SP16 ചാർട്ട് പ്രകാരം എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം SP16ൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഇതിൽ 230ാമത്തെ പേജിൽ ടേബിൾ 96 ഏരിയ ഓഫ് ബാർസ് അറ്റ് ഗിവൺ സ്പേസിംഗ് എന്ന് പറയുന്ന ചാർട്ട് എടുക്കുക. ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ബാറിൻ്റെ സൈസാണ് mm-ൽ. അതുപോലെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ബാറിൻ്റെ സ്പേസിംഗ് ആണ് സെൻറ്റിമീറ്ററിൽ. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡിസൈനിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള സ്റ്റീൽ ബാറിൻ്റെ ഏരിയ നമുക്ക് പരിശോധിക്കാം. നമുക്ക് തന്നിട്ടുള്ളത് 8 mm സ്റ്റീൽ ബാറാണ്. 15 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് നമ്മളോട് പ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ 8 mm 15 സെൻറ്റിമീറ്ററിൽ വരുന്ന ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റിലുള്ള വാല്യൂ എടുക്കുക. 3.35 ഇതാണ് 15 സെൻറ്റിമീറ്ററിൽ 8 mm ബാർ പ്ലേസ് ചെയ്താൽ കിട്ടുന്ന ഏരിയ. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 10 mm ബാറാണ്. അപ്പോൾ ഈ 3.35 10 mm എവിടെയാണ് വരുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത്. 3.35 പകരം 3.41 വരുന്നത് 23 സ്പേസിങ്ങിൽ ചെയ്യുമ്പോഴാണ്. 23 സെൻറ്റിമീറ്റർ സ്പേസിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഏതൊരു സൈസിലുള്ള സ്റ്റീൽ ബാറിനെയും മറ്റൊരു സൈസിലേക്ക് മാറ്റണമെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് തന്നിട്ടുള്ള അളവിലുള്ള സ്റ്റീൽ ബാറിൻ്റെ സൈസും അതിൻ്റെ സ്പേസിങ്ങും ആദ്യം എവിടെയാണ് വരുന്നത് എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതേ സംഖ്യ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടിയ വാല്യൂ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന സൈസിൽ ഏത് കോളത്തിലാണോ വരുന്നത് ആ കോയിൻസൈഡ് ചെയ്യുന്ന കോളത്തിലുള്ള സംഖ്യ എടുത്താൽ നമുക്ക് മറ്റൊരു സൈസിലേക്ക് മാറാൻ കഴിയും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ഓക്കെ, താങ്ക് യു. വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.